വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി കർത്താവിന് സ്തോത്രം പറയുന്നു. ക്രിസ്തുവിൽ നമ്മളെ ഇന്ന് രാത്രിയിൽ അഭിസംബോധന ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി, ആയുസ്സിനായി, ആരോഗ്യത്തിനായി കർത്താവിന് സകല മാനവ മഹത്വം അർപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഉപവാസ പ്രാർത്ഥന സംബന്ധിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി കർത്താവിന് നന്ദി പറയുന്നു. സ്ഥലം ശുശ്രൂഷകനും ക്രിസ്തുവിൽ ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ, തൻ്റെ കുടുംബം, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ ക്രൈസ്തവ അഭിവാദനം നിങ്ങളെ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വരുന്ന വെള്ളിയാഴ്ചയാണ് എനിക്ക് ഡേറ്റ് തന്നതെന്നാൽ വെള്ളി ശനിയൊക്കെ ഞാൻ കോഴിക്കോടിൻ്റെ പ്രദേശത്തായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അതിൻ്റെ ക്രമീകരണങ്ങളൊന്ന് മാറ്റേണ്ടി വന്നു. എങ്കിലും വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിലായിരിക്കുന്നതിൽ അതിയായി സന്തോഷമുണ്ട്. സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉപവാസ പ്രാർത്ഥന നീണ്ടു നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗായി എനിക്ക് തോന്നുന്നു 16ാമത്തെ ദിവസം ആണെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പം കുഞ്ഞുങ്ങളൊക്കെ വളരെ അലസ മനോഭാവത്തോടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. പിണങ്ങൊന്നും ചെയ്യരുത്, ഞാൻ തുറന്നു പറയുന്ന ആളാണ്. ഒരു അലസതയോടുകൂടിയൊക്കെ കുഞ്ഞുങ്ങളിരിക്കുന്നത് പല സമയത്തും ഞാൻ കണ്ടു. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം മാതാപിതാക്കൾ അല്പ അലസരായിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കുഞ്ഞുങ്ങളൊക്കെ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്നതായി എനിക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരാധിച്ചവർക്കും ആരാധിക്കാത്തവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. ഈ ഞങ്ങളുടെ വയനാട്ടിലൊക്കെ പ്രത്യേകിച്ച് കാട്ടുതീ ഉണ്ടാവും. ഈ എല്ലാ സ്ഥലത്തും ഒരുപോലെ കാട്ടുതീ ആളി പടരുകയില്ല. നല്ല ഉണങ്ങിയ പുല്ലുള്ളിടത്ത് തീ എന്ത് ചെയ്യും? ആളി അങ്ങ് കത്തും. എന്നാൽ അല്പം പച്ചപ്പൊക്കെ ഉള്ളിടത്ത് തീ പതുക്കി എന്ത് ചെയ്യത്തുള്ളൂ. അപ്പം മാതാപിതാക്കൾ വിചാരിക്കരുത് കുഞ്ഞുങ്ങളൊക്കെ കരിയില പോലെ കത്തി കയറി വരികയാണ്. ഞങ്ങളൊക്കെ കത്തി നിൽക്കുന്നത് കൊണ്ട് പച്ചപ്പൊക്കെ പിടിച്ച് നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ കത്തിയാൽ മതിയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കുഞ്ഞുങ്ങൾ 100 നിൽക്കുമ്പോൾ നിങ്ങൾ 120 നിൽക്കണം. കരവും ശബ്ദവും ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ എന്നിൽ നിക്ഷിപ്തമായ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഉപവാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോയാൽ സുഖമായിട്ട് കിടന്നുറങ്ങാം. കാരണം ഇവിടെ ഇരിക്കുന്നത് തന്നെ പകുതി ഉറങ്ങിയായിരിക്കുന്നത്. അപ്പോൾ ഈ ഉറക്കത്തോടെ നിങ്ങൾ എന്ത് ചെയ്യും? പണ്ട് അഭിഷക്തനോട് പറഞ്ഞ പോലെ ഈ ബലത്തോടെ പോകാം. ചിലരോട് ഈ ഉറക്കത്തോടെ പോകുക എന്ന് പറയുന്ന ഒരവസ്ഥ വരേണ്ട സാഹചര്യമായി. എനിക്ക് രാത്രി 10:15 മുതൽ കോളേജിൻ്റെ ഓൺലൈൻ പ്രോഗ്രാമുണ്ട്. അത് കഴിഞ്ഞ് 11:30 മുതൽ UK കോളേജിൻ്റെ സൂമിൽ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ നല്ലൊരു സമയമാകും. രാവിലെ 5 മണിക്ക് വീണ്ടും എഴുന്നേൽക്കണം. 5:15 മുതൽ വീണ്ടും ഞങ്ങളുടെ കോളേജിൽ ഓൺലൈൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്, അതെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള നീണ്ട ഒരു തിരക്കിൻ്റെ നടുവിലാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം 26-ാം തീയതി ബൈബിൾ കോളേജിൻ്റെ ഗ്രാജുവേഷൻ നടക്കുകയാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ വളരെ കൃത്യതയോടെ ചെയ്തെടുക്കണം. ഒരു പാകപ്പിഴ പോലും ഉണ്ടാകാതെ കൃത്യമായി തന്നെ ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ലഭ്യമായ ഈ ഒരവസരം നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കർത്താവ് നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശരീരത്തിന് മാത്രമേ അല്പ സൗന്ദര്യമുള്ളൂ, ശബ്ദമൊക്കെ അങ്ങ് പോയി കിടക്കുക. കാരണം കർത്താവിന് വേണ്ടി ഓടുന്നതല്ലേ, അതുകൊണ്ട് ശബ്ദമൊന്നും നോക്കാറ്. നിങ്ങളിങ്ങനെ വലിയ പേടിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ ദൈവദാസൻ ഞങ്ങളെ എങ്ങാനും വിളിച്ച് പ്രവചിക്കുവോ? ഒരു സംശയമില്ല. ഇനി നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിക്കും. സ്തോത്രം. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിക്കും. 8:30 കറണ്ട് കട്ടുള്ള സമയത്ത് എഴുതി വെച്ചാൽ പോകുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ പ്രതീക്ഷിച്ചാലും പ്രതീക്ഷിച്ചില്ലേലും കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ സന്ദേശത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്കാണ് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം
5-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് വായിക്കാം. ലൂക്ക് സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് ഒരാൾ വായിച്ചാട്ടെ. കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാമോ? ഇതിൻ്റെ അകത്ത് നിന്ന് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് സംവദിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരൊറ്റ ഭാഗം അതിൻ്റെ അകത്തുണ്ട്. ഞാനിവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴും ദൈവാത്മാവ് ശക്തമായി എന്നോട് ഇടപെട്ട ആമേൻ. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലും ആഴ്ചകളിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില ദുരന്തങ്ങളായി പെയ്തിറങ്ങിയ ഒരു വലിയ സന്ദേശം ഈ ഭാഗത്ത് തെളിഞ്ഞു കിടപ്പുണ്ട്. ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പ്രാർത്ഥനാപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നമ്മളെ എങ്ങനെയാണ് മുൻപോട്ട് നയിക്കുന്നതെന്നറിയില്ല. അപ്രകാരം നയിക്കപ്പെടുവാൻ ഇന്ന് രാത്രിയിൽ ദൈവസഭ ദൈവമക്കൾ ആമേൻ വളരെ ആവലോടെ ആവേശത്തോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഒരു കാര്യവും കൂടി നിങ്ങളോട് ആമേൻ ശരമായി ചോദിച്ചെൻ്റെ പ്രഭാഷണത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം എന്നെ ശ്രദ്ധിക്കണേ. എല്ലാവരും ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നിങ്ങളെല്ലാവരും ആ ബൈബിൾ അങ്ങ് അടച്ചു വെച്ചേ. ഇനിയിപ്പം നിങ്ങളത് വായിച്ചിട്ട് കാര്യമില്ല. കാരണം വീട്ടിൽ ചെന്നാലും വായിക്കുകയില്ല, ഇവിടുന്നും വായിക്കുകയില്ല. പിന്നെ പ്രസംഗത്തിൻ്റെ സമയത്തിരുന്ന് വായിച്ചിട്ട് വലിയ പ്രയോജനവും ഇല്ല. പ്രസംഗം കേൾക്കാതിരിക്കാനുള്ള നിങ്ങളുടെ ഐഡിയ ആണെന്ന് എനിക്കറിയാം. കാരണം ചെറുപ്പത്തിൽ ഞാനും ഇത് ഒരുപാട് ചെയ്തതാണ്. അതുകൊണ്ട് വലിയ പ്രയോജനം അന്നും എനിക്കും ഉണ്ടായിട്ടൊന്നുമില്ല. ഇപ്പോഴാണ് അതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇനിയിപ്പോൾ തൽക്കാലം ആരും എന്ത് ചെയ്യേണ്ട, വായിക്കേണ്ട. ബാക്കി എനിക്ക് കാണാപ്പാടെ പറയാം. കർത്താവ് നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഇവിടെ ഇരിക്കുന്നവരുടെ അഭിഷേകം പ്രാപിക്കാത്തവരൊന്ന് കൈപൊക്കിക്കേ. കൈപൊക്കാൻ പറഞ്ഞാൽ കൈപൊക്കിക്കോണം. അഭിഷേകം പ്രാപിക്കാത്തവർ എന്നെ മോനെ പകുതിയെ പ്രാപിച്ചുള്ളൂ. പൊക്കട്ടെ, കൈ അങ്ങ് പൊങ്ങിക്കേ. ഞാനോടത്ത് ഇനി പകുതിയെ പ്രാപിച്ചിട്ടുള്ളെന്ന്. ഇവിടെയുള്ളൊരു അഭിഷേകം പ്രാപിക്കാത്തവരുന്ന് കൈപൊക്കിക്കേ. നിങ്ങളുടെ ഈ ഉപവാസ കൈ താഴട്ടെ. നിങ്ങളുടെ ഈ ഉപവാസ പ്രാർത്ഥന ആമേൻ കഴിയുമ്പോൾ ആമേൻ, ഞാൻ ഇന്നിവിടെ ഇരുന്നപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞൊരു സന്ദേശമാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അത് വളരെ പ്രാർത്ഥനയോടെ ഞാൻ ദൈവസഭയ്ക്ക് കൈമാറും. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവസഭ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. അതിൻ്റെ ഒന്നാമത്തെ കാരണം പറഞ്ഞ് ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരാം. എന്താണെന്നറിയാമോ? ആമേൻ. നമ്മുടെ അരുമനാഥൻ്റെ വരവേറ്റവും അടുത്തിരിക്കുകയാണ്. നല്ലൊരു ആമേൻ പറയാവോ നിങ്ങൾ? യേശുവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മുടെ ദേശത്ത് പല സംഭവങ്ങളും യേശുവിൻ്റെ വരവിന് ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേരെന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഭാഗം പറഞ്ഞ് ഞാൻ എൻ്റെ സന്ദേശത്തിലേക്ക് ഇന്ന് രാത്രിയിൽ മടങ്ങി വരാം. ശ്രദ്ധിച്ച് കേൾക്കണം. പല സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആമേൻ പല പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങളും നമ്മുടെ ഭൂമണ്ഡലങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടി പറഞ്ഞാൽ, ആകാശവിധാനത്തിലും സൗരയുധത്തിലുമൊക്കെയും അരമനാഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചില പ്രവചനത്തിൻ്റെ നിവർത്തീകരണങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഞാൻ പറയാം, പ്രവചനത്തിൻ്റെ നിവർത്തീകരണം കാണുവാൻ ആരും ഇവിടെ ഇരിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? നമ്മളാരും പ്രവചനത്തിൻ്റെ നിവർത്തീകരണം കാണുവാനിരിക്കുന്നവരല്ല. മറിച്ച് പ്രവചന നിവർത്തീകരണങ്ങൾ, മനുഷ്യപുത്രൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചന നിവർത്തീകരണങ്ങൾ ആകാശമണ്ഡലങ്ങളിൽ അടയാളത്തോടുകൂടി നിവർത്തിയാകുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്ന ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. എത്ര പേരിന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആമേൻ. അഭിഷേകം പ്രാപിക്കാത്തവർ ഈ ദിവസങ്ങളിൽ അഭിഷേകത്തിൻ്റെ നിറവിൽ നിൽക്കണം. അഭിഷേകം പ്രാപിക്കേണ്ട ദൈവമക്കൾ അന്യഭാഷ അടയാളത്തോടുകൂടി ഈ ദിവസങ്ങളിൽ അഭിഷേകം പ്രാപിക്കണം. ചില മിനിറ്റുകൾ ദൈവസഭ കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ വായ്കളെയും തുറന്ന് പോരാ, ശക്തിയോടെ ആത്മനിറവിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ വായ്കളും തുറന്ന് കരങ്ങൾ ശക്തി
ശക്തിയോടെ ചിലവരുടെ മേൽ അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ കത്തട്ടെ, അഭിഷേകത്തിന്റെ തീ കത്തട്ടെ. ഒരാത്മ പകർച്ചയുടെ രാത്രി ഇന്ന് രാത്രിയിൽ വെളിപ്പെടട്ടെ. ശക്തിയോടെ, ശക്തിയോടെ കരങ്ങൾ ചേർത്തടിച്ച്, കരങ്ങൾ ചേർത്തടിച്ച് വായികളെ തുറന്ന് ഒരാത്മ പകർച്ച വെളിപ്പെടട്ടെ. മാതാപിതാക്കളിൽ നിന്ന്, കുഞ്ഞുങ്ങളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് ഒരാത്മ പകർച്ച വെളിപ്പെടട്ടെ. വായികളെ തുറന്ന്, വായികളെ തുറന്ന് ചില മിനിറ്റുകൾ, ചില മിനിറ്റുകൾ ഓ കർത്താവുതൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ ആകാശമണ്ഡലങ്ങളിൽ അരുമനാഥൻ കടന്നു വരാൻ സമയമായി. അവനോടൊപ്പം ആകാശമണ്ഡലങ്ങളിൽ അടുക്കപ്പെടുവാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ അടിച്ച് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. വായികളെ തുറക്കട്ടെ, വായികളെ തുറക്കട്ടെ, വായികളെ തുറക്കട്ടെ. അഭിഷേകം കാത്തട്ടെ, അഭിഷേകം കാത്തട്ടെ. ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ തീ കത്തുന്നു, ആത്മാവിന്റെ തീ കത്തുന്നു, അഭിഷേകത്തിന്റെ തീ കത്തുന്നു, അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ കത്തുന്നു. ഓ ചില തലമുറകൾ ആത്മാവിൽ പ്രവചിക്കട്ടെ, ചില മാതാപിതാക്കൾ ആത്മാവിൽ പ്രവചിക്കട്ടെ, ചില സഹോദരങ്ങൾ ആത്മാവിൽ പ്രവചിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്യഭാഷ അടയാളത്തോടെ, അന്യഭാഷ അടയാളത്തോടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വായികളെ തുറന്നേ, വായികളെ തുറന്നേ. ആ അഭിഷേകം വെളിപ്പെടട്ടെ, ആത്മാവിന്റെ തീ കത്തട്ടെ. കരങ്ങളെ ശക്തിയോടെ അടിച്ച് ഇന്ന് രാത്രിയിൽ ആത്മനാഥനെ സ്തുതിക്കട്ടെ. ചില കെട്ടുകൾ അഴിഞ്ഞു മാറി, ചില കെട്ടുകൾ അഴിഞ്ഞു മാറി ആത്മാവിൽ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ, ആത്മാവിൽ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ. വായികളെ തുറന്നേ, വായികളെ തുറന്നേ, വായികളെ തുറന്നേ. ഓ അന്യഭാഷ അടയാളത്തോടെ ഈ ദിവസങ്ങളിൽ ചില തലമുറകൾ, ചില തലമുറകൾ യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച് കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ. ആത്മാവ് കത്തട്ടെ, ആത്മാവ് കത്തട്ടെ, ആത്മാവ് കത്തട്ടെ. അഭിഷേകം കത്തട്ടെ, അഭിഷേകത്തിന്റെ തീ ഇറങ്ങട്ടെ, അഭിഷേകത്തിന്റെ തീ ഇറങ്ങട്ടെ. ചില കെട്ടുകൾ അഴിയുന്നു, ചില കെട്ടുകൾ അഴിയുന്നു, ചില കെട്ടുകൾ അഴിയുന്നു, ചില കെട്ടുകൾ അഴിയുന്നു, ചില ബന്ധനങ്ങൾ അഴിയുന്നു. ചില തലമുറകൾ യേശുവിന്റെ നാമത്തിൽ പ്രവചിച്ചു തുടങ്ങ്, പ്രവചിച്ചു തുടങ്ങ്, പ്രവചിച്ചു തുടങ്ങ്. ആത്മാവിൽ തീ ഇറങ്ങട്ടെ, ആത്മാവിൽ തീ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. തീ കത്തുന്നു, തീ കത്തുന്നു, തീ കത്തുന്നു, തീ കത്തുന്നു, തീ കത്തുന്നു, തീ കത്തുന്നു. അഭിഷക്തരെ തീ കത്തുന്നു. ആലയത്തിന്റെ അകത്തളത്തിൽ ദൂതന്മാർ സഞ്ചരിക്കുന്നു, ദൂതന്മാർ സഞ്ചരിക്കുന്നു, ദൂതന്മാർ സഞ്ചരിക്കുന്നു. അഭിഷേകത്തിന്റെ തീ വെളിപ്പെടുന്നു, അഭിഷേകത്തിന്റെ തീ വെളിപ്പെടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. വായികളെ തുറക്കട്ടെ, വായികളെ തുറന്നു, വായികളെ തുറന്നു. പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ അഭിഷേകം. ജൂഡമാന, ജൂഡമാന, റിബലബ, റിബലബ, ശബലബ, ദൂരമാന, റിഗലഗ, രഗദഗ, ചൂടവരം ധര, വൈഡവരം ധര, ധീരവരക്ഷക. വായികളെ തുറന്നു, വായികളെ തുറന്നു. അഭിഷേകം വെളിപ്പെടട്ടെ, അഭിഷേകം വെളിപ്പെടട്ടെ. ആത്മാവിൽ തീ ചലിക്കട്ടെ, ആത്മാവിൽ തീ ഇറങ്ങട്ടെ, ആത്മാവിൽ തീ ഇറങ്ങട്ടെ. ചില കെട്ടുകൾ അഴിയുന്നു, ചില കെട്ടുകൾ അഴിയുന്നു,
ചില രോഗങ്ങൾ സൗഖ്യമാകുന്നു. ചില രോഗങ്ങൾ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പോട്ടെ. ചില വിടുതലുകൾ കുടുംബത്തിന്റെ അകത്ത്, ചില വിടുതലുകൾ കുടുംബത്തിന്റെ അകത്ത്. കെട്ടുകൾ പോട്ടെ. എതിരിട്ടു നിന്ന പല്ലിളിച്ച് കുലുങ്ങിച്ചിരിക്കുന്ന ചില കുടിയിരിപ്പിന്റെ കെട്ടുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭയ്ക്കെതിരെ, ദൈവസഭയോട് വെല്ലുവിളിക്കുന്ന, ദൈവസഭയ്ക്കകത്ത് അഭിഷേകത്തിന്റെ നിറവ് കൊണ്ടുവരാതെ ദൈവസഭയ്ക്കെതിരെ നിൽക്കുന്ന ചില ദുർവ്യാപാരങ്ങൾ, ചില മാനുഷികപരമായ വെല്ലുവിളികൾ, ചില മാനുഷികപരമായ ശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവസഭയുടെ മുൻപിൽ നിന്ന് ആടിഞ്ഞു വരട്ടെ. വിടുതല്. അഭിഷേകം. ദൂതുകൾ വെളിപ്പെടട്ടെ, പ്രവചനങ്ങൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തി, ആത്മശക്തി, അഭിഷേകത്തിന്റെ തീ. ചില രോഗത്തിന് വിടുതല്, ചില രോഗത്തിന്റെ അവസ്ഥകൾ ഇന്ന് രാത്രിയിൽ ഈ ആരാധനയിൽ അഴിഞ്ഞു മാറുകയാ. നാളുകളായി നിന്റെ കുടുംബത്തോട് വെല്ലുവിളിച്ച, നിന്റെ കുടുംബത്തെ തകർക്കുമെന്ന് പറഞ്ഞ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ നിന്ന്, നിന്റെ ശുശ്രൂഷക്കെതിരെ നിന്ന്, നിന്റെ ഭാവിക്കെതിരെ നിന്ന്, നിന്റെ ജോലിക്കെതിരെ നിന്ന്, നിന്റെ വസ്തുവകകൾക്കെതിരെ തടയിട്ടു നിന്ന്
ബല ബല ബലരി ബല ബരിഗല ഗരഗദ ഗരഗദ വന്ദല വക്ഷല ബൗഡവരം തുല ബൗഷവരേദഗ ജുഡബരരി ബല ബരിഗല ഗരഗദ ഗരിഗല ബരി ബല ബശബല ബദുഡമന പുത്തൻ അഭിഷേകം വെളിപ്പെടുന്നു, അഭിഷേകം വെളിപ്പെടുന്നു, അഭിഷേകം വെളിപ്പെടുന്നു, അഭിഷേകം വെളിപ്പെടുന്നു. അഭിഷേകത്തിന്റെ തീ ഇറങ്ങുന്നു, അഭിഷേകത്തിന്റെ തീ ഇറങ്ങുന്നു, അഭിഷേകത്തിന്റെ തീ ഇറങ്ങുന്നു, അഭിഷേകത്തിന്റെ തീ ഇറങ്ങുന്നു. അഭിഷേകത്തിന്റെ തീ ഇറങ്ങുന്നു. അഭിഷേകത്തിന്റെ തീ വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ തീ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വായ്കളെ തുറന്ന്, വായ്കളെ തുറന്ന് പുത്തൻ ഭാഷകൾ, പുത്തൻ ഭാഷകൾ. വാതുറക്ക്, വാതുറക്ക്, നാവിന്റെ കെട്ടടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെസ്, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ, നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആത്മസാന്നിധ്യം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ. അപ്പാ, ഇത് ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല, ഇത് മനുഷ്യന്റെ നിയന്ത്രണമല്ല, ഇത് സ്വർഗത്തിന്റെ നിയന്ത്രണമാകട്ടെ, ഇത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം. ചില കെട്ടുകൾ അഴിയണം, ചില കെട്ടുകൾ അഴിയണം, ചില കെട്ടുകൾ അഴിയണം. ഇന്ന് വരെ വെല്ലുവിളിച്ചു നിന്ന ചില കെട്ടുകൾ അഴിയണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടണം. നമ്മുടെ സഭയെ മനുഷ്യനല്ല നിയന്ത്രിക്കുന്നത്, നമ്മുടെ സഭയെ സ്വർഗം നിയന്ത്രിക്കുകയോ, നമ്മുടെ സഭയെ സ്വർഗം നിയന്ത്രിക്കുകയോ, നമ്മുടെ സഭയുടെ നിയന്ത്രണം സ്വർഗം ഏറ്റെടുക്കുകയോ. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ദൈവസഭയാകട്ടെ, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ദൈവസഭയാകട്ടെ. ഏതൊക്കെ പുരുഷാരം നിനക്കെതിരെ നിന്നാലും, ഏതൊക്കെ പുരുഷാരം നിനക്ക് വഴി തടഞ്ഞാലും, ഏതൊക്കെ പുരുഷാരം നിനക്കെതിരെ വാടകോരിയാലും, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുന്നു, ആമേൻ, അടഞ്ഞ വഴി സ്വർഗം തുറക്കുന്നു, അടഞ്ഞ വഴി സ്വർഗം തുറക്കുന്നു. ഇല്ല, ഇല്ല, നിനക്ക് തടയിടുവാൻ ഉലകത്തിൽ അവതരിച്ചിരിക്കുന്ന ഒരു ശക്തിക്കും കഴിയത്തില്ല. നിനക്ക് തടയിടുവാൻ ഉലകത്തിൽ അവതരിച്ചിരിക്കുന്ന ഒരു ശക്തിക്കും കഴിയത്തില്ല. ഏതൊക്കെ കൊടികുത്തിയ ശക്തികൾ നിന്റെ കുടുംബത്തിനെതിരെ വന്നാലും ഇന്ന് രാത്രിയിൽ സ്വർഗം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്ന രാത്രിയാണ്. ആത്മാവിൽ, ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ അധികാരം
അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ, ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ, ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ആത്മാവിൽ തീ ഇറങ്ങട്ടെ, ആത്മാവിൽ തീ ഇറങ്ങട്ടെ, ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഈ മകന്റെ മേൽ അഭിഷേകത്തിന്റെ തീ കൈമാറുകയാണ്. പ്രാർത്ഥിച്ചോ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രത്യേക അഭിഷേകം ചില ജനങ്ങളുടെ മേൽ. ഓ, പ്രായവ്യത്യാസമില്ല, പ്രായവ്യത്യാസമില്ല. ആബാലവൃദ്ധ ജനം, ഓ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് അരുളി ചെയ്ത ആത്മനാഥന്റെ സാന്നിധ്യം ചില ശുശ്രൂഷകൾ കൈമാറുകയാ സ്വർഗം, ചില ശുശ്രൂഷകൾ സ്വർഗം കൈമാറുകയാ. ഓ, ആ, ചില ശുശ്രൂഷകൾ സ്വർഗം കൈമാറട്ടെ. ചിലരെ പിടിച്ചു കെട്ടാനുള്ള അന്തരക്ഷ വൈഡമാന ചൂടമാന വൈഡമാന റീവലാപ ശബ്ദരാജരാധരാധരാധരാധരാധര. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഇന്നുവരെ കണ്ടതുപോലെയല്ല, ഇന്നുവരെ നടന്ന ഉപവാസം പോലെയല്ല. ഈ ഉപവാസത്തിനൊരു പ്രത്യേകതയുണ്ട്, ഈ ഉപവാസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആത്മാവിൽ ദൈവസഭയ്ക്ക് കൈമാറുന്നു. ചിലതിനെ പിടിച്ചു കെട്ടാനുള്ള, ചില ദുർമന്ത്രവാദത്തിന്റെ ശക്തിയെ പിടിച്ചു കെട്ടാനുള്ള ദൈവകൃപ പ്രാപിച്ചവർ. ഓ, യേശുവിന്റെ നാമത്തിൽ ഒരധികാരത്തിന്റെ ശുശ്രൂഷ ചൂടവരം ധൂരവൈടവരം ധൂരവൈഷവരം ദേ അർത്ഥാരഗത വൈഡാരഗത ചൂടാരഗതേ ചൂടവരം ധുരവൈടവരം തല അർത്ഥവരം ദേ. ഓ, ആ, ഓ, എനിക്കറിയില്ല. ഇത് മനുഷ്യന്റെ നിയന്ത്രണമല്ല, ഇത് മനുഷ്യന്റെ നിയന്ത്രണമല്ല. സ്വർഗം ഉപവാസ പ്രാർത്ഥനയുടെ ഈ സെക്ഷൻ ഏറ്റെടുത്തിരിക്കുകയാ, ഈ ഒരു സെക്ഷൻ ഏറ്റെടുത്തിരിക്കുകയാ. ഓ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. ആരുടെയൊക്കെയോ ശരീരത്തിന്റെ അകത്തളത്തിൽ തളം കെട്ടിക്കിടന്ന ചില രോഗത്തിന്റെ കെട്ടുകൾ, ചില രോഗത്തിന്റെ ആത്മാവ്
ഇന്ന് രാത്രിയിൽ അഴിഞ്ഞു മാറിയിരിക്കുന്നു. ചിലതിന് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. വിടുതലുകൾ ശരീരത്തിന്റെ അകത്തളത്തിൽ ചലിക്കുന്നു. Hallelujah, hallelujah. Thank you, Lord. Oh, Jesus. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിൽ അവിടുന്ന് തന്നെ ഇടപെടണം. അവിടുന്ന് തന്നെ സംസാരിക്കണം. അവിടുന്ന് തന്നെ ഇറങ്ങി വരണം. അവിടുന്ന് തന്നെ നിയന്ത്രിക്കണം. ഞങ്ങൾക്ക് ആവശ്യം അപ്പാ, ഈ സഭയെ മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ള സഭയല്ല ഞങ്ങൾക്ക് വേണ്ടത്. ദൈവം നിയന്ത്രിക്കുന്ന, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് വെളിപ്പെടുന്ന ഒരു ദൈവസഭയാണ് ഞങ്ങൾക്ക് വേണ്ടുന്നത്. ആരൊക്കെ അതിനെതിരെ നിന്നാലും, ആരൊക്കെ അതിനെതിരെ വന്നാലും, ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ചിലതിനെ തകർത്തെറിയുന്ന അഭിഷേകം പ്രാപിച്ച ഒരു കൂട്ടം തലമുറകളും മാതാപിതാക്കളും ദൈവകുഞ്ഞുങ്ങളും ദൈവമക്കളും ഈ ദൈവസഭയ്ക്കകത്തുനിന്ന് ഇന്ന് രാത്രിയിൽ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. രാത്രി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഈ ജനത്തിൻ്റെ മേൽ പ്രത്യേക ഒരു അഭിഷേകം, ഇന്ന് വരെ വെളിപ്പെടാത്തൊരു അഭിഷേകം, ഇന്ന് വരെ നടക്കാത്ത ചില വിടുതലുകൾ, പ്രാർത്ഥിച്ചിട്ട് നിലവിളിച്ചിട്ട് സംഭവിക്കാത്ത, നടക്കാത്ത ഒരു വിടുതൽ ഇന്ന് രാത്രിയിൽ ജനത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങളുടെ പ്രസംഗമല്ല ഇവിടെ വിഷയം. ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ അകത്ത് വെളിപ്പെടേണ്ടുന്ന ദൈവ സാന്നിധ്യം ആരെയൊക്കെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമോ ആ നിയന്ത്രണത്തിൽ ഈ ജനത്തെ hallelujah. Judabala bala bala ribala bari bala ba judamana vaidamana vaishamana yarthamana. യേശുവിൻ്റെ നാമത്തിൽ ചില തലമുറകൾ ശുശ്രൂഷകൾ പ്രാപിക്കട്ടെ. 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 ദൈവവചനത്തിൻ്റെ അകത്തളത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദത്ത വചനങ്ങളും നന്മകളും ശുശ്രൂഷകളും ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഇന്ന് രാത്രിയിൽ വെളിപ്പെടുവാൻ, ഇന്ന് രാത്രിയിൽ വെളിപ്പെടുവാൻ, ഇന്ന് രാത്രിയിൽ വെളിപ്പെടുവാൻ അത് അസാധാരണമായി തന്നെ തലമുറകളുടെ മേൽ വ്യാപരിക്കുവാൻ ചില പുത്തൻ ശുശ്രൂഷകൾ O shabala baruda bala ribala barigamana judamana vaidamana yarthamana. യേശുവിന്റെ നാമത്തിൽ തീയിറങ്ങട്ടെ, 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 തീയിറങ്ങട്ടെ. ആത്മാവിന്റെ തീയിറങ്ങട്ടെ, ആത്മാവിന്റെ തീ വ്യാപരിക്കട്ടെ. Hallelujah, 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 hallelujah. Oh Jesus, hallelujah, thank you Jesus. ഇന്ന് രാത്രിയിൽ ഒരു ദൈവ സാന്നിധ്യം
ഈ ജനത്തിൻ്റെ ഇടയിൽ വ്യാപരിച്ചതിനായി, ഒരു ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തി ഈ ജനത്തിൻ്റെ ഇടയിൽ അവിടുന്ന് വ്യാപരിച്ചതിനായി, ചില ജീവിതങ്ങളുടെ മേൽ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി ഞങ്ങളങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം പറയുകയാണ്. വലിയൊരു ദൈവമഹത്വം ഞങ്ങളുടെ ഈ ഉപവാസ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുൻപ് ഈ ജനം അനുഭവിക്കേണ്ടതിനായി, ദൈവം മഹത്വം അനുഭവിക്കേണ്ടതിനായി, ദൈവകൃപ അനുഭവിക്കേണ്ടതിനായി, ഇന്ന് വരെ കണ്ടതുപോലെയല്ലപ്പാ, ഇന്ന് രാത്രിയിൽ വലിയൊരു കൊള്ള കണ്ട് കിട്ടിയവരെ പോലെ Oh Jesus. Thank you, Lord. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിൻ്റെ വിളംബരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമയം നമ്മുടെ മുൻപിൽ വേഗത്തിൽ പോകുന്നത് കൊണ്ട് ഇന്ന് രാത്രിയിൽ ആമേൻ വായിച്ച വേദഭാഗത്ത് നിന്ന് നൽകപ്പെട്ടിരിക്കുന്ന ചില സന്ദേശങ്ങൾ മാത്രം ദൈവസഭയ്ക്ക് നൽകുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. എങ്കിലും വളരെ പ്രാർത്ഥനയോടെ ലഭ്യമായ അവസരം നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷ പങ്കിടുവാൻ സ്വർഗം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്: പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചു. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു ഹല്ലേലൂയ ഞാൻ പറയിക്കും. കാരണം പലരുടെ ഇരിപ്പ് കാണുമ്പം ഒന്നല്ല രണ്ടെണ്ണം പറയിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഒരെണ്ണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? തൃപ്തി അടയുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടൊരു പദം കിടപ്പുണ്ട്. ആ പദം മാത്രമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ആ വാക്യം ഒന്നും കൂടി വായിക്കുക. ദൈവദാസി ഒന്ന് വായിച്ചാട്ടെ. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണം. പുരുഷാരം ഹേതുവായി നമുക്ക് വിഷയമുള്ള കാര്യമല്ല. അവനെ അകത്തു കൊണ്ടു ചെല്ലുവാൻ, അതും നമുക്ക് വിഷയമുള്ള കാര്യം. ശ്രദ്ധിച്ച് കേട്ടോണം. എന്താ പറഞ്ഞിരിക്കുന്നേ? ഒന്ന് വാ തുറന്ന് എല്ലാവരും പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നേ? എന്താ ശരിക്കും പറഞ്ഞേ? പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട്. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് ഒരുമിച്ച് ഈ ചിന്തയിലേക്ക് പ്രവേശിക്കാം. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ട് ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. എൻ്റെ ഒരു പരസ്യയോഗത്തിൻ്റെ പ്രഭാഷണമാണ് 4 ചുമട്ടുകാരെന്നുള്ളത്. അത് സുവിശേഷത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത് കൊണ്ടുവരുന്നൊരു സന്ദേശമാണ്. അതുകൊണ്ട് ചുമട്ടുകാരെ നമുക്കവിടെ നിർത്താം. 4 ചുമട്ടുകാർ ഒരു കട്ടിലിൽ ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് വളരെ ശാന്തമായി അതിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് പ്രവേശിക്കാനാണ്. ഒരു വീട്ടിലേക്ക് വരുന്ന ഒരു സന്ദർഭമാണ് ഇല്ലേ? ഒരു 4 പേര് ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് എവിടേക്ക് വരികയാണ്? നിങ്ങളിനി പറയരുത്, വീട്ടിലേക്കല്ലെന്ന് പറയരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോണം. അടുത്ത ചില ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ സംശയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മനുഷ്യനെയും ചുമന്നുകൊണ്ട് ഈ 4 പേര് വരുന്നത് എങ്ങോട്ടാണ്? ഉറപ്പാണല്ലോ? നിങ്ങൾക്ക് സംശയമല്ലോ ഉണ്ടോ അതിൻ്റെ അകത്ത്? പക്ഷെ നിങ്ങൾ എൻ്റെ മുഖത്തൊന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനകത്ത് സംശയമുണ്ടോ? നിങ്ങളാരും മിണ്ടുന്നില്ല. പാസ്റ്റർ സംശയമുണ്ടോ? പാസ്റ്റർക്ക് സംശയമില്ല. അച്ഛാ സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഇനിയിപ്പോൾ ഓരോരുത്തരോട് ചോദിക്കുമെന്ന് അവർ വിചാരിച്ചാൽ നടക്കുകയില്ല. കാരണം സമയം കളയാനായിട്ടുള്ള നിങ്ങളുടെ വേലയാണെന്ന് എനിക്കറിയാം. അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. അപ്പം ഇവിടെ 4 പേര് ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് വരികയാണ്. അച്ഛാ ബൈബിളിൽ ആ മനുഷ്യന് പേര് കൊടുത്തിട്ടില്ല. ആ മനുഷ്യൻ്റെ പേര് തളർവാദ രോഗി എന്ന. അങ്ങനെ പല പേരുമുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട്.
മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ അതവിടെ കിടക്കട്ടെ, ശ്രദ്ധിച്ചു കേട്ടോണം. ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട് 4 പേര് വരികയാണ്. അപ്പോൾ ഏതോ ഒരു വീട്ടിൽ കിടന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഒരു കട്ടിലോടെ എടുത്ത് 4 കാലിൽ പിടിച്ച് 4 പേര് അവൻ ഇടവഴികളും നടവഴികളും പാടവരമ്പുകളും കുന്നുകളുമെല്ലാം കയറിയിറങ്ങി യേശു ഒരു വീടിൻ്റെ അകത്തിരിപ്പുണ്ടെന്നുള്ള അറിവ് കിട്ടിയിട്ട് ഈ യേശുവിൻ്റെ അരികിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുവരികയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഒരു പക്ഷേ യേശു ഈ മനുഷ്യനെ സൗഖ്യമാക്കുമെന്ന് ഈ 4 പേർക്കൊരറിവ് കിട്ടിയത് അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ ഭാഗവും 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിലും 2 വ്യത്യസ്തമായ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. 1-ാമത്തെ ഒരു അത്ഭുതം എന്താണെന്നറിയാമോ? യേശു അവൻ കടൽക്കരയിൽ അവൻ ജനത്തെ ഉപദേശിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ഈ ഉപദേശിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വളരെ ജനം തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു ദൈവവചനം കേൾക്കാൻ. വേഗത്തിൽ വിട പറയുക ആ ഭാഗത്ത് നിന്ന്. എന്നാൽ അടുത്ത ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോണം. യേശു കടലിലേക്ക് നോക്കിയപ്പോൾ നിരവധി പടകുകൾ അവിടെ കിടപ്പുണ്ട്. ആ പടകുകളിൽ ഒന്നിനെ യേശു തിരഞ്ഞെടുക്കുന്നു. അത് ശീമോന്റെ പടകിനെയാണ്. ഞാൻ വേഗത്തിൽ വളരെ ലളിതമായി പറഞ്ഞു പോകുന്നതിൻ്റെ കാരണം ആ വിഷയം നമ്മുടെ ആ ഒരു പ്രസംഗ വിഷയമല്ലാത്തത് കൊണ്ടാണ്. യേശു ഈ പടകിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശീമോനോട് പറയുന്ന ഒരു പദമാ, ശീമോനെ നിന്റെ പടക് എനിക്കൊന്ന് വിട്ടുതരണം. എന്തിനാണെന്നറിയാമോ? ഈ ജനത്തെ എനിക്ക് ഉപദേശിക്കണമെങ്കിൽ ഈ കരയിൽ നിന്ന് ഉപദേശിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം ജനം വളരെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാ. ജനത്തിൻ്റെ തിക്കിത്തിരക്ക് കാരണം എനിക്ക് സ്വസ്ഥമായി ജനത്തെ അഭിസംബോധന ചെയ്യണമെങ്കിൽ സ്വസ്ഥമായുള്ള ഒരു സ്ഥലം എനിക്ക് വേണം, സ്വസ്ഥമായുള്ള ഒരു ഇരിപ്പിടം എനിക്ക് വേണം, സ്വസ്ഥമായ ഒരു പടക് എനിക്ക് വേണം. പക്ഷെ ഇന്ന് രാത്രിയും നിങ്ങൾ അറിയേണ്ടുന്ന ഒരു ചരിത്രം എന്താണെന്നറിയാമോ? യേശു ചോദിച്ചത് യേശുവിന് ഇരിക്കാനുള്ള പടക. പക്ഷേ ഈ പടകിൻ്റെ അകത്തിരിക്കുന്നവനുണ്ടല്ലോ, ഇന്നലകളിലുള്ള സന്തോഷം നഷ്ടപ്പെട്ടിട്ട്, ഇന്നലകളിലുള്ള അനുഭവം നഷ്ടപ്പെട്ടിട്ട്. കാരണം എന്താ? രാവന്തിയോളം കടലിൽ പടകുമായി കടന്നു ചെന്ന് ആ കടലിൽ മുഴുവൻ വല വീശി ഒരു ചെറുമീൻ പോലുമില്ലാതെ തൻ്റെ പടകുമായി നിരാശയോടെ കടലിൻ്റെ ഓരത്ത് വന്ന് നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ആ വചനത്തെ സാക്ഷി നിർത്തി ആത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാം. യേശു ഗനസരത്ത് തടാകത്തിൻ്റെ കരയിൽ വന്നതിൻ്റെ 1-ാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? യേശുവിനറിയാം ഒന്നുമില്ലാതെ നിരാശയിലിരിക്കുന്ന ഒരുവൻ ഈ കടലിൻ്റെ അകത്തുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ആത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാം. ആരൊക്കെയോ ഇന്നലകളിൽ പ്രാർത്ഥിച്ചു, ഇന്നലകളിൽ നിലവിളിച്ചു, ഇന്നലകളിൽ ഓടി, ഇന്നലകളിൽ അധ്വാനിച്ചു, പക്ഷെ ഒന്നും ലഭ്യമാകാതെ ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 16-ാമത്തെ രാത്രിയിൽ ഇതിൻ്റെ അകത്തുണ്ടെന്ന് യേശുവിനറിയാം. നിന്റെ പടക യേശുവിന് വേണ്ടുന്നത്. ഹല്ലേലൂയ! കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണെന്നറിയാമോ? നിരവധി പടകുകൾ ആ കടലിൽ കിടപ്പുണ്ട് കേട്ടോ. ആഡംബരത്തിൻ്റെ അത്യുച്ചകോടിയിലേക്കും ആഹ്ലാദ തിമിർപ്പിൽ നിൽക്കുന്ന പടകുകൾ നിരവധിയുണ്ട്. വർണ്ണശബളമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച നിരവധി പടകുകൾ അവിടെയുണ്ട്. ഒന്നും കൂടി പറഞ്ഞാൽ ഇന്നേക്ക് വർഷങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിമനോഹരമായി അണിയിച്ചൊരുക്കിയ നിരവധി പടകവിടെയുണ്ട്. പക്ഷെ എൻ്റെ യേശുവിന് ആവശ്യം വർണ്ണശബളമായി അണിയിച്ചൊരുക്കിയ പടകല്ല. ഒന്നുമില്ലാതെ നിരാശയോടെ ഇരിക്കുന്ന ആരോ പടകുമായി കടലിൻ്റെ ഓരത്ത് കിടപ്പുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ യേശുവിന് ആവശ്യം അങ്ങനെയുള്ള പടകാണെങ്കിൽ അങ്ങനെ ഒരു പടകായി നീ മാറ്. യേശു ഇന്ന് രാത്രിയിൽ
നിന്റെ പടകിന്റെ അകത്തു കയറുന്നുണ്ട്. നിന്റെ ഇല്ലായ്മയെ, നിന്റെ നിരാശയെ, നിന്റെ ശൂന്യതയെ, നീ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളെ ഇന്ന് രാത്രിയിൽ മാറ്റി നിനക്ക് ആവശ്യമുള്ള നന്മകൾ, നീ എന്തിനു വേണ്ടി കരഞ്ഞോ, നീ എന്തിനു വേണ്ടി നിലവിളിച്ചോ, ആ വിഷയത്തിന് ഒരു പരിഹാരം നൽകാൻ സ്വർഗം ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിന്റെ അകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മോനെ, നിരവധി പടക അവിടെ ഉണ്ടല്ലേ? ഇല്ലേ? സംശയമുണ്ടോ? സ്തോത്രം. നിരവധി പടക്, ഇഷ്ടംപോലെ വള്ളങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. യേശു കൃത്യമായിട്ട് പോയിട്ട് ശീമോനോട് പറഞ്ഞു, നിന്റെ പടക് എനിക്ക് മിണ്ടരുതെന്ന് പറഞ്ഞായിരുന്നു. എന്നാ പറഞ്ഞു, നിന്റെ പടക് എനിക്ക് വേണം. സ്തോത്രം. ഞാനോർത്ത് ഇന്ന് രാത്രി മിണ്ടരുത്, മൗനവ്രതമാണെന്ന്. നമ്മുടെ നാട്ടിൽ സമാധിയും മൗനവ്രതവും എല്ലാമായിട്ട് അങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞു, ചിലതിനെ സമാധി ഇരുത്തേണ്ട കാലഘട്ടം കഴിഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? പുറത്ത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ സമാധി ഇരിക്കുന്നത് നമ്മുടെ പെന്തക്കോസിൻ്റെ അകത്താണ്. വരുന്ന അന്നേരം മുതൽ അങ്ങനെ ഒരു ഇരിപ്പ, കരിങ്കല്ലിന് കാറ്റ് പിടിച്ച പോലെ. സ്തോത്രം. തമ്പുരാൻ പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ തമ്പുരാൻ പണി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെന്താ വിചാരിച്ചേ? ഇവിടം കൊണ്ട് നമ്മളിനിയിപ്പം പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും. മിക്കവാറും പറന്നതാ. ഈ ഇരിപ്പാണ് മിക്കവാറും പറക്കും. സ്തോത്രം. ഈ ഇരിപ്പാണെങ്കിൽ പറക്കും. ശ്രദ്ധിച്ച് കേട്ടെ, ആ ഭാഗത്ത് അങ്ങ് വിട്ടേക്കാം. വഴക്ക് പറയുന്നതിനൊരു പരിധിയില്ലേ? ഈ 16 ദിവസവും വഴക്ക് കേട്ട് ഭാഷ, ഇന്നെങ്കിലും ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് സമാധാനത്തിട്ടൊരു വചനം കേൾക്കാമെന്ന് വിചാരിച്ചാൽ വന്നത്. ഇന്ന് വന്നതും അതിനേക്കാളും കാതുകുത്തിയാൻ പോയപ്പം കടുക്കനിട്ടവൻ വന്നെന്ന് പറഞ്ഞ പോലെ നമ്മുടെ അവസ്ഥ. സ്തോത്രം. അതങ്ങ് പോട്ടെ. യേശു ആ പടകിൻ്റെ കടലിൻ്റെ തീരത്ത് വരുമ്പോൾ, തടാകത്തിൻ്റെ തീരത്ത് വരുമ്പോൾ നിരവധി പടകുകൾ അവിടെയുണ്ട്. പക്ഷെ യേശു തിരഞ്ഞെടുത്തത് ഒന്നുമില്ലാതെ നിരാശയുടെ നീർച്ചുഴിയിൽ അകപ്പെട്ടിരിക്കുന്ന ശീമോന്റെ പടക. എന്താ അതിൻ്റെ അർത്ഥം? ആ ഭാഗത്തുനിന്ന് വിട പറയാൻ വേണ്ടിയാ. യേശുവിന് വേണ്ടുന്നതും നിരാശയോടെ ഒന്നുമില്ലാതെ മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് തളർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയാണ് യേശുവിന് ആവശ്യം. കാരണം എന്താണെന്നറിയാമോ? ഒരു മനുഷ്യനെ കൊണ്ടും സഹായിക്കാൻ കഴിയത്തില്ല. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമായി തീരുമ്പോൾ സ്വർഗത്തിൻ്റെ സഹായം ഇന്ന് രാത്രിയിൽ നമ്മുടെ പടകിനെ നിറയ്ക്കാൻ കരുത്തുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ ഭാഗത്ത് നിന്ന് തെന്നിമാറും. 2 വിഷയം കൂടി പറഞ്ഞിട്ട് വേണം എനിക്ക് ഈ വിഷയത്തിൽ കയറി പ്രാർത്ഥിക്കാൻ. കാരണം 11 മണിയാകുമ്പോഴെങ്കിലും എനിക്ക് പ്രസംഗം ഒന്ന് നിർത്തണം. അതുകൊണ്ടാണ്. സ്തോത്രം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ പടകിൻ്റെ അകത്തേക്ക് യേശു കയറി. എൻ്റെ ഒരു ചിന്ത, യേശു കടൽക്കരയിൽ വന്നത് ശീമോനെ അന്വേഷിച്ച് തന്നെയാണ്. എന്തെങ്കിലും സംശയമുണ്ടോ നമുക്ക് അതിൻ്റെ അകത്ത്? ഒരു സംശയമില്ല. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ യേശു വേറെ പടക് തിരഞ്ഞെടുത്താനേ. നല്ല പടകില്ലായിരുന്നു. പക്ഷേ ഒന്നുമില്ലാതെ എൻ്റെ അധ്വാനം കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് തെളിയിച്ച ഒരു മനുഷ്യൻ്റെ പടക യേശു തിരഞ്ഞെടുത്തേ. ഇതാ അങ്ങനെ പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടാൻ വേണ്ടിയാ. ശ്രദ്ധിച്ച് കേട്ടോണം. യേശു പടകിലേക്ക് കയറി. ശീമോനോട് ചോദിച്ചു, ശീമോനെ വല്ലതും കിട്ടിയോ? ഇല്ല. രാത്രി മുഴുവൻ ഞങ്ങൾ എന്ത് ചെയ്തു? അധ്വാനിച്ചു. എൻ്റെ ഒരു ചോദ്യമുണ്ടേ. 16ാമത്തെ ദിവസമായിരുന്നല്ലേ? 15 ദിവസം നമ്മൾ അധ്വാനിച്ചു. ശീമോൻ ഒരു രാത്രി എന്ത് ചെയ്തിട്ടുള്ളൂ? നമ്മൾ 15 ദിവസം അധ്വാനിച്ചിട്ട് നമ്മുടെ പടകിൽ വല്ലതും ഉണ്ടോ? നിങ്ങളോട് ഞാൻ വളരെ സ്നേഹത്തോടൊരു ചോദ്യം. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ മാത്രമേ കൈ പൊക്കാവുള്ളൂ. കാണുന്നതിനും കേൾക്കുന്നതിനും പെന്തക്കോസുകാരുടെ തനി സ്വഭാവം കാണിക്കരുത്. ശീമോൻ ഒരു രാത്രി മുഴുവൻ എന്ത് ചെയ്തു? അധ്വാനിച്ചു. ഒന്നും എന്ത് ചെയ്തില്ല? കിട്ടിയില്ല.
15 ദിവസം നമുക്ക് ഇന്നലെയും കൂടി കിട്ടി. ഇന്ന് 16ാമത്തെ ദിവസമാണ്. ഇന്നത്തെ കാര്യം പോട്ടെ, ഇത് നാളെ വരുന്ന ദൈവദാസൻ ചോദിച്ചോളൂ. 15 ദിവസം വല വീശി, 15 ദിവസം അധ്വാനിച്ചു, 15 ദിവസം ആരാധിച്ചു, 15 ദിവസം പ്രാർത്ഥിച്ചു, 15 ദിവസം ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഇന്ന് രാത്രിയിൽ 16ാമത്തെ ദിവസം തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, കുഞ്ഞേ, എന്തെങ്കിലും നിനക്ക് പിടിക്കാൻ കഴിഞ്ഞോ? ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ചു, ഇന്നലകളിൽ ആരാധിച്ചു, ഇന്നലകളിൽ അഭിഷേകത്തിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചു. എന്തെങ്കിലും നിന്റെ പടകിന്റെ അകത്തുണ്ടോ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, ഇല്ലെന്നുള്ള വാക്ക് അതരത്തിൽ നിന്ന് വീണാൽ 15 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും വെറുതെയായി തീർന്നെന്നുള്ളതാ. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു വാക്ക് നമ്മുടെ അതരത്തിൽ നിന്ന് വീഴരുത്. 16ാമത്തെ ദിവസമെങ്കിലും ദൈവത്തോട് പറ, അപ്പനെ, ഇന്നലകളിൽ വരെ ഞങ്ങളുടെ പടക് ശൂന്യമായിരുന്നു, ഇനി അങ്ങോട്ട് ഞങ്ങളുടെ പടക് ശൂന്യമാകരുത്. ഞങ്ങളുടെ പടകിന്റെ അകത്ത് ഞങ്ങൾ അധ്വാനിച്ചു, കടലിൽ വലയിറക്കി, ഞങ്ങൾക്കൊന്നും നേടുവാൻ കഴിഞ്ഞില്ല. പക്ഷെ ഈ 16ാമത്തെ ദിവസം മുതൽ ആത്മാവിൽ ഞങ്ങൾ ചിലത് വാരിക്കൂട്ടുവാൻ പോകുകയോ, ആത്മാവിൽ ഞങ്ങളുടെ പടകിന്റെ അകത്ത് സ്വർഗം ചിലത് നിറയ്ക്കുവാൻ പോകുകയോ. ഹല്ലേലൂയ. യേശു പറഞ്ഞൊരു പദവി ഇതാ, പടകിന്റെ വലതുഭാഗത്ത് വലയിറക്കുക. നമ്മൾ വല്ലതുമായിരുന്നെങ്കിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ, യേശുവേ, ഇന്നലെ രാത്രി ഇടതും വലതുമായിട്ട് നിന്ന് എത്ര പ്രാവശ്യമാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തിയെന്നറിയാമോ? ഒരു 5 വർഷം ഇടതിറക്കും, അടുത്ത 5 വർഷം വലതിറക്കും. ഇടതും വലതുമായിട്ട് 5 വർഷം ഞങ്ങൾ വീശാത്ത പരിപാടിയൊന്നും നമ്മൾ പറഞ്ഞേനെ ഇല്ല അച്ഛാ. ഇന്നലെ രാത്രി മൊത്തം ഇടതിറക്കി വലതിറക്കി, ഇടതിറക്കി വലതിറക്കി. ഇതൊന്നും പോരാത്തത് കൊണ്ട് കിട്ടുന്ന വാക്കിനെല്ലാം വല വീശി, കിട്ടുന്ന വാക്കിനെല്ലാം എന്നെ കൊണ്ട് പറ്റുകയില്ല, ഇനിയും നാണം കെടാൻ. നമ്മളാണ് ആ വാക്കും പറഞ്ഞ് യേശുവിനെ പറ്റുമെങ്കിൽ 2 പറഞ്ഞിട്ട് നമ്മൾ പോയാനെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മുടെ വീശലിനാണ് ചിലത് മാറുന്നത്, മനുഷ്യന്റെ വീശലിൽ ചിലത് മാറും. പക്ഷെ സ്വർഗം നിന്നോട് പറഞ്ഞാലുണ്ടല്ലോ, ഇന്ന് രാത്രിയിൽ ദൈവദാസനെ, ദൈവസഭയോട് ഞാനൊരു ആലോചന പറയാം. ആമേൻ. മനുഷ്യൻ വീശിയാൽ ഒരെണ്ണവും കയറത്തില്ല കേട്ടോ. ഇന്ന് രാത്രി 2025 ഈ 22ാമത്തെ ദിവസത്തിൽ ആത്മാവിലൊരു ദൂത് ഞാൻ പറയാം ദൈവസഭയോട്. സ്വർഗം ഈ മാസങ്ങളിൽ ചിലതിനെ വീശി, ആലയത്തിന്റെ അകത്ത് ശൂന്യമായ സ്ഥലങ്ങളിൽ അവൻ ദൈവസഭയ്ക്ക് ചിലത് നൽകുവാൻ പോകുകയാ. അടുത്ത ഒരു ദിവസം മുതൽ നമ്മുടെ പടകിന്റെ അകത്ത് ആത്മാവിന്റെ ഒരു നിറവ് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ ചിന്ത, അത്ഭുതം. പടകിന്റെ വലതു ഭാഗത്ത് വലയിറക്കി, വല നിറച്ചു മീനെ കിട്ടി. ഓടി ഒളിച്ചതെല്ലാം പള്ളിക്കകത്ത് കയറി. സ്വത്രം പറ. എടാ, ഉപവാസം വെച്ചാലും പള്ളിക്കകത്ത് കയറാത്തത് തമ്പുരാൻ വീശിയ തന്നെ കയറും. അയ്യോ, നിങ്ങളുടെ ആമയും പോയ പോക്ക് കണ്ടു. ഉപവാസം വെച്ചാലും ആരാധന വെച്ചാലും പള്ളിക്കകത്ത് കയറാത്തതിന് തമ്പുരാൻ വല വീശി ഇതിൻ്റെ അകത്ത് കൊണ്ടുവരും. അതിനു മുമ്പ് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന, ശബ്ദസീമയ്ക്കുള്ളിൽ നിൽക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ, കുഞ്ഞേ, നാളെ എന്നൊരു ദിവസം നിനക്കുള്ളതല്ല. തമ്പുരാൻ നിന്നെ ഓടിച്ചിട്ട് പിടിക്കുന്നതിന് മുൻപ് അവന്റെ മുൻപിൽ വന്ന് സറണ്ടറാക്, അവന്റെ മുൻപിൽ വന്ന് കീഴ്പ്പെട്. ദൈവസഭയ്ക്കകത്ത് കയറ്, ആത്മാവിൽ പ്രാർത്ഥിക്ക്. പടക് നിറച്ച ഒന്നാമത്തെ അത്ഭുതം. പടകിലെ അത്ഭുതം കഴിഞ്ഞപ്പോൾ യേശു പട്ടണത്തിൽ ചെന്നു. ആ ഭാഗം പറഞ്ഞു വിടണം.
പടകിലെ അത്ഭുതം കഴിഞ്ഞ് യേശു പട്ടണത്തിൽ ചെന്നു. പട്ടണത്തിലും യേശു ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കരുത് ഞായറാഴ്ച രാവിലെ ചിലത് പള്ളി വരുന്ന കുറ്റം കണ്ടുപിടിക്കാനാണ്. ഇനി ഇവിടുന്ന് പോകുന്നത് കുറ്റം പറയാനാ. കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്യും, കുറ്റം പോകുമ്പോൾ എന്ത് ചെയ്യുകയും ചെയ്യും. പറയും, യേശു പടകിലിരുന്നതും ഉപദേശിക്കാനാണ്, പട്ടണത്തിലിരുന്നതും ശ്രദ്ധിച്ച് കേട്ടോണം. പട്ടണത്തിൽ യേശു ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത്തെ അത്ഭുതം പടകില്, രണ്ടാമത്തെ അത്ഭുതം നിങ്ങൾ ശ്രദ്ധിച്ചോണം. പട്ടണത്തിൽ യേശു ഉപദേശിക്കുമ്പോൾ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ ഓടി വന്ന് യേശുവിന്റെ കാൽക്കൽ എന്ത് ചെയ്തു? വീണു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാം. ശ്രദ്ധിച്ചോണം. യേശു കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം. ശ്രദ്ധിച്ച് കേട്ടോണം. ഇതിൻ്റെ അകത്ത് ഒരു സന്ദേശം കിടപ്പുണ്ട്. ന്യായപ്രമാണം അനുസരിച്ച് കുഷ്ഠരോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ പട്ടണത്തിൽ പ്രവേശിക്കാൻ അനുമതിയില്ല. ന്യായപ്രമാണം അനുസരിച്ച് കുഷ്ഠരോഗിയായിരിക്കുന്ന ഒരു മനുഷ്യന് ജനങ്ങളുമായി സംസർഗം പുലർത്താൻ കഴിയില്ല. അങ്ങനെ വന്നാൽ അവനെ ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലണം. മനസ്സിലാകുന്നുണ്ടോ? അവന് താമസിക്കാൻ പ്രത്യേക സ്ഥലം ആമേൻ പട്ടണത്തിലുള്ളവരും ജനങ്ങളും പള്ളിക്കാരും പട്ടക്കാരുമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ കേൾക്കണം, യേശു പട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ കുഷ്ഠരോഗിയുടെ മേൽ ജനം കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന ചില നിയമങ്ങളുണ്ടല്ലോ, അത് കാറ്റിൽ പറത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആലയത്തിന്റെ അകത്ത് കയറുവാൻ കഴിയാത്ത നിലവാരത്തിൽ ആരുടെയൊക്കെയോ മേൽ ദേശത്തിൻ്റെയൊക്കെ ചില നിയമങ്ങൾ കൊണ്ടുവന്ന് മൂടപ്പെടുമ്പോൾ ഇന്ന് രാത്രിയിൽ ആ നിയമത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് ദൈവസഭയ്ക്കകത്ത് ചിലതിനെ കൊണ്ടുവരുന്ന ഒരു ദൈവ പ്രവൃത്തി ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അത് വെളിപ്പെട്ടു വരുന്നുണ്ട്. രണ്ടാമത്തെ അത്ഭുതം കൂടി പറഞ്ഞിട്ട് ആ വിഷയത്തിൽ നിന്ന് വിടാം. യേശു ഈ മനുഷ്യനെ തൊട്ടു. തൊടുന്നതിന് മുൻപ് യേശുവിന്റെ അരികിൽ ഈ മനുഷ്യൻ വന്നു. സഹോദരി ശ്രദ്ധിച്ചു കേട്ടോണം. പട്ടണത്തിൽ കയറരുതെന്ന് ഇവനോട് ന്യായപ്രമാണം പറഞ്ഞിട്ടുണ്ട്. പുരുഷാരത്തിന്റെ ഇടയിൽ വരരുതെന്ന് ഇവനോട് ന്യായപ്രമാണം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യേശു പട്ടണത്തിൽ വന്നപ്പോഴേ ഇവന്റെ മേൽ വെച്ചിരുന്ന ന്യായപ്രമാണത്തെ തമ്പുരാൻ ആദ്യം പൊളിച്ചു. കരമുയർത്തി സ്വോത്രം പറ. നിന്റെ മേൽ ആരൊക്കെ ഏതൊക്കെ എന്തൊക്കെ നിയമങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെച്ച് നിന്നെ മുൻപോട്ട് കൊണ്ടുപോകാതിരുന്നാലും, നിന്റെ തലമുറകളെ മുൻപോട്ട് ഉയർത്താതെ വല്ലാത്തൊരു വ്യാപാരം കൊണ്ടിട്ടാലും, ഇന്ന് രാത്രിയിൽ യേശു വന്നാൽ ആദ്യം പൊളിച്ചു മാറ്റുന്നത് നിന്റെ തലമുറകളുടെ മുൻപിലുള്ള തടസ്സങ്ങളാ, നിന്റെ ജീവിതത്തിലുള്ള തടസ്സങ്ങളാ, നിന്റെ കുടുംബത്തിന്റെ മുൻപിൽ നിൽക്കുന്ന തടസ്സങ്ങളാ. ആത്മാവിൽ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥന കൂട്ടമായി മാറട്ടെ. രണ്ട് അത്ഭുതങ്ങൾ ദേശത്ത് മുഴുവൻ പരന്നു. ഒരു പക്ഷേ ഈ 4 സഹോദരന്മാർ ഇത് കേൾക്കാൻ സാധ്യതയുണ്ട്. വചനത്തിലില്ല, പോകുമ്പോൾ എന്നെ പിടിച്ചു വെക്കരുത്. അങ്ങനെ കേട്ട് അവർ പറഞ്ഞു, നാളുകളായി കട്ടിലിൽ കിടന്ന് നരകയാതന അനുഭവിക്കുകയാ. ഇവന് സൗഖ്യം കൊടുക്കുവാൻ ലോകത്തിലുള്ള ഒരു വൈദ്യന്മാർക്ക് കഴിയത്തില്ല,
ഒരു ഹോസ്പിറ്റലിന് കഴിയത്തില്ല, ഒരു വ്യക്തികൾക്ക് കഴിയത്തില്ല. എങ്ങനെയെങ്കിലും ഈ മനുഷ്യൻ മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്നവർ ഒരുപക്ഷെ ഇവന്റെ കുടുംബത്തിന്റെ അകത്തുണ്ടാകാം. ഇത് കണ്ടും കേട്ടും നിന്ന് 4 അയൽവാസികൾ യേശു ഒരു ഭവനത്തിന്റെ അകത്ത് ഉണ്ട് എന്ന അറിവ് കിട്ടിയിട്ട് ആമേൻ വരമ്പുകളും പാടവരമ്പുകളും നടവഴികളും ഇടവഴികളും കുന്നുകളും മലകളുമൊക്കെ കയറിയിറങ്ങി പാടുപെട്ടുകൊണ്ട് വഴിയിലൂടെ ചുമന്ന് ഒരു വീടിന്റെ മുറ്റത്തെത്തി. ഇനി നമ്മുടെ ചിന്ത, വീടിന്റെ മുറ്റം വരെ വരാൻ വഴിയുണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞേ, നിങ്ങൾ മാറ്റി പറയരുതെന്ന്. അച്ഛാ, ഇവർ നടന്നു വന്നത് എതിലെയാ? ഒരു വഴിയിലൂടെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചു. നിങ്ങൾ ആമേൻ, ഇവർ നടന്നു വന്നത് ഒരു വഴിയിലൂടെയാ. വീട്ടിലേക്ക് വന്നതും ഒരു വഴിയിലൂടെയാ. വീടിന്റെ മുറ്റത്തെത്തിയതും ഒരു വഴിയിലൂടെയാ. പക്ഷെ വചനം എഴുതി വച്ചിരിക്കുന്നു, പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട്. അതെന്താ അങ്ങനെ എഴുതി വെച്ച്? അപ്പൊ ഇവര് വന്ന വഴി അത് വഴിയല്ലേ? അത് വഴിയാ. ഇവർ മുറ്റം വരെ വന്നപ്പോൾ വഴിയുണ്ടായിരുന്നു ഇല്ലേ? സംശയമുണ്ടോ? ഇല്ല. വീട്ടിലേക്കുള്ള വഴിയുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. എവിടെയെങ്കിലും വഴി അടഞ്ഞു പോയിട്ടുണ്ടോ? കൃത്യമായിട്ട് നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യും? സ്തോത്രം പറഞ്ഞു. അപ്പം വീട്ടിലെത്താൻ നമുക്കൊരു വഴിയുണ്ട് അല്ലേ? വഴിയില്ലെങ്കിൽ നമ്മൾ വഴി ഉണ്ടാക്കും. അതിന് ഏത് കോടതിയിൽ പോയിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം. അപ്പം എല്ലാ വീട്ടിലേക്കും പോകാൻ വഴി. എടാ, വീടിന്റെ മുറ്റം വരെ എത്തിയവൻ അകത്ത് കയറാൻ വഴിയില്ലെന്ന് പറഞ്ഞാൽ അതെന്ത് ചിന്തയാ? മനസ്സിലായോ? ഇവിടം വരെ വന്ന് ഇതിന്റെ അകത്തോട്ട് കയറാൻ വഴിയില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. പക്ഷേ ആ വഴി അവർക്ക് ലഭ്യമാകാതെ പോയതിൻ്റെ ഒന്നാമത്തെ കാരണം അവിടെ തന്നെയുണ്ട്. പുരുഷാരം ഹേതുവായി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, നിന്റെ ദൈവസഭയ്ക്ക് മുന്നിൽ ആരൊക്കെ വഴിമുടക്കി നിന്നാലും ഒരെണ്ണത്തിനെ പോലും ഇതിൻ്റെ അകത്തേക്ക് വിടുതൽ പ്രാപിപ്പാൻ കയറ്റത്തില്ലെന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില പുരുഷാരമുണ്ടല്ലോ. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. സ്വർഗം നിനക്ക് ചില വഴികളെ തുറക്കുവാൻ പോകുകയോ. സ്വർഗം നിനക്ക് വേണ്ടി ചില വഴികൾ ആത്മാവിൽ തുറക്കുന്ന രാത്രിയായി മാറുകയോ. ആരൊക്കെ വഴിമുടക്കി നിന്നാലും, ആരൊക്കെ വഴി അടച്ചു നിന്നാലും, ആരൊക്കെ വഴി തരാതെ നിന്നാലും, നിന്റെ മുൻപോട്ടുള്ള പാതയിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ സാർവത്രിക മേഖലകളിൽ ആരൊക്കെ വഴി തടഞ്ഞു വെച്ചാലും ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് സ്വർഗം ഒരു വഴി തുറക്കുകയോ. വഴി കാണാതെ പകച്ചു നിൽക്കുന്ന ദൈവസഭയോട്, ദൈവമക്കളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, വഴിയില്ലാത്തിടത്ത് സ്വർഗം നിനക്കൊരു പുത്തൻ വഴിയെ ഇന്ന് രാത്രി തുറക്കുവാൻ പോകുകയാ. ദൈവദാസനെ പ്രാർത്ഥിക്കണം. ആമേൻ. നമുക്ക് വഴിമുടക്കി നിൽക്കുന്നത് ലോകക്കാരല്ല കേട്ടോ. നമുക്ക് വഴിമുടക്കി നിൽക്കുന്നത് രോഗക്കാരല്ല. എന്താ കാരണമെന്നറിയാമോ? ഇന്നലെ അത്ഭുതം കണ്ടവരാ, ഇന്നലെ വിടുതൽ കണ്ടവരാ, ഇന്നലെ സൗഖ്യം നടക്കുന്നത് കണ്ടവരാ, ഇന്നലെ സ്വോത്രം പറഞ്ഞവരാ, ഇന്നലെ കൈയടിച്ചവരാ, ഇന്നലെ ആരാധിച്ചവരാ. പക്ഷേ ഒരു വിടുതൽ നടക്കുവാൻ, ഒരു സൗഖ്യം ലഭിക്കുവാൻ, ഒരു ആരാധനയ്ക്ക് അവസരം കൊടുക്കുവാൻ അവൻ വഴി കൊടുക്കാതെ വഴിക്ക് തടസ്സമായി നിൽക്കുകയോ. ഹല്ലേലൂയ. ഇന്നലെ കടൽക്കരയിൽ ഉള്ളവരും അവിടെ ഉണ്ട്.
പട്ടണത്തിലിരുന്ന് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നത് കണ്ടവരും അവിടെ ഉണ്ട്. എന്നാൽ ഇവന്മാർ വിചാരിക്കേണ്ട, എടാ കട്ടിലിൽ ചുമന്നുകൊണ്ട് ഇത്രയും ദൂരം വന്നതല്ലേ, ഒരവസരം കൊടുക്കാം. ഒരവസരം നമ്മളൊന്ന് വഴി മാറിക്കൊടുത്താൽ നാളുകളായിട്ട് കട്ടിൽ അഭയമായി കിടക്കുന്ന ഈ മനുഷ്യനൊരു വിടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ അതിനു വേണ്ടി വഴിമുടക്കി എന്ത് ചെയ്യരുത്? ഇന്നലെ വിടുതൽ കണ്ടവരെ, ഇന്നലെ പടകിൻ്റെ അകത്ത് പിടയ്ക്കുന്ന മീന് ആമേൻ ചങ്ക് പൊട്ടുന്ന നിലവാരത്തിൽ വലിച്ചു കയറ്റി പടകിൻ്റെ അകത്ത് നിറയ്ക്കുന്നത് കണ്ടവര്, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്നത് കണ്ടവര്, ഇന്ന് അവർ വഴി കൊടുക്കാതെ വഴിമുടക്കി നിൽക്കുകയാ. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ആലയത്തിനെതിരെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെയാ പറയുന്ന, ദൈവദാസനെ, ആലയത്തിനെതിരെ നിൽക്കുന്നത് ആമേൻ പലതുമുണ്ടല്ലോ. ഇന്നലെ സൗഖ്യം ലഭിച്ചവരാ, ആമേൻ വിടുതൽ ലഭിച്ചവരാ, അനുഗ്രഹം ലഭിച്ചവരാ, നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഹല്ലേലൂയ. പാസ്റ്റേ, നമ്മുടെ സഭയുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് ഇന്നലെ അനുഗ്രഹം പ്രാപിച്ചവരാണെന്ന്. നിങ്ങൾക്ക് എന്താ ആമേനെന്ന് പറയാനൊരു മടി? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ബോക്സിന്റെ മേളിലോട്ട് നോക്കി, ഞാൻ പ്രസംഗിക്കാം, അടി ഞാൻ മേടിച്ചോളാം. സ്തോത്രം. എടാ, ഇന്നലെ അനുഗ്രഹം ആമേൻ മേടിച്ചിട്ട് ഇതിന്റെ അകത്തുനിന്ന് പോയതാ ദൈവസഭയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്, ദൈവസഭയുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്, നിന്റെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത്, നിന്റെ തലമുറകളുടെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത്. നിന്റെ ഒപ്പം കൈയടിച്ചവരോ, നിന്റെ ഒപ്പം പ്രാർത്ഥിച്ചവരോ, ഒരു കാര്യം പറയാം, അധിക കാലം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അവരുടെ മുൻപിൽ തന്നെ ദൈവം നമുക്ക് വേണ്ടി പുത്തൻ വഴികളെ തുറക്കുമെന്ന്. വഴിമുടക്കി നിൽക്കുന്നവരുടെ മുൻപിൽ സ്വർഗം നമുക്ക് വേണ്ടി പുത്തൻ വഴികളെ തുറക്കുമെന്ന്. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുന്നത്. പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് പ്രവചനാത്മാവിൽ പ്രവചിക്കാൻ പറയുന്നത്, ആരൊക്കെയോ വഴിമുടക്കി വാക്കുകൾ കൊണ്ട് ദൈവസഭയ്ക്ക് വേദനയുളവാക്കുന്ന, ദൈവസഭയ്ക്കെതിരെ ആക്രോശത്തിന്റെ വാക്കുകൾ, ദൈവസഭയ്ക്കെതിരെ പരിഹാസത്തിന്റെ വാക്കുകൾ പലതും വഴിമുടക്കി നിൽക്കുന്ന ചില പ്രതിസന്ധികൾ ദൈവസഭയ്ക്കെതിരെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്ക്, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഒരു പുത്തൻ വഴി ഇന്ന് രാത്രിയിൽ അവൻ തുറന്നു തരുവാൻ പോകുകയാ. ചില വാക്കുകൾ ദൈവസഭയുടെ അനുഗ്രഹത്തിന് വഴിമുടക്കി നിൽക്കുമ്പോൾ, ചില വാക്കുകളുണ്ടല്ലോ, ചില ശബ്ദങ്ങളുണ്ടല്ലോ, ദൈവസഭയുടെ അനുഗ്രഹത്തിന്, തലമുറയുടെ അനുഗ്രഹത്തിന്, ദൈവസഭയുടെ വളർച്ചയ്ക്ക് വഴിമുടക്കി നിൽക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ പറയുന്നു, ദൈവസഭയ്ക്ക് വേണ്ടി സ്വർഗം പുത്തൻ വഴികൾ അവൻ തുറക്കുന്നു. ഇങ്ങനെ പറയാം കേട്ടോ, പ്രാർത്ഥിച്ചോണം. വഴിമുടക്കി നിൽക്കുന്ന ചിലതിനെ കണ്ടിട്ട്, വഴി അടച്ചു നിൽക്കുന്ന ചിലതിനെ കണ്ടിട്ടാ ഇതിന്റെ അകത്ത് പലതും ഇരിക്കുന്നേ. ദൈവദാസനെ, ചില ശബ്ദങ്ങൾ, ചില വാക്കുകൾ ദൈവസഭയുടെ മുൻപിൽ വഴിമുടക്കി നിൽപ്പുണ്ട്.
പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പ്രവചിക്കാൻ പറയുന്നേ. ചില മാനുഷികപരമായ വാക്കുകൾ, ഇന്നലകളിൽ അനുഗ്രഹം പ്രാപിച്ച ചിലതിൻ്റെ വാക്കുകൾ നിന്റെ അനുഗ്രഹത്തിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ വഴിമുടക്കി നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോ നമുക്ക് വേണ്ടി സ്വർഗ പുത്തൻ വഴികളെ ഇന്ന് രാത്രി തുറക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ചില വഴി മുടക്കുന്ന ചില പ്രതിസന്ധികളെ ഇന്ന് രാത്രിയിൽ സ്വർഗം തുറക്കുവാൻ പോകുകയാ. ആത്മാവി സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ആമേൻ മുടക്കുന്ന ചില പ്രതിസന്ധികളെ ആത്മാവിന്ന് രാത്രിയിൽ ആമേൻ പിടിച്ച് കെട്ടുവാൻ പോകുകയാ. ആത്മാവി സ്തോത്രം പറഞ്ഞാട്ടെ. ആത്മാവി സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടണം. ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം വെളിപ്പെടണം. ഇന്ന് വരെ വഴിമുടക്കി നിൽക്കുന്ന ആമേൻ ചില പ്രതിസന്ധികൾ ആത്മാവിൽ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു രാത്രിയായി മാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗം ചില പുത്തൻ വഴികൾ തുറക്കുന്ന രാത്രിയായി മാറട്ടെ. ചില കുടുംബത്തിന് വേണ്ടി സ്വർഗം പുത്തൻ വഴികൾ തുറക്കുന്നു. ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗം പുത്തൻ വഴികൾ തുറക്കുന്നു. ചില തലമുറകൾക്ക് വേണ്ടി സ്വർഗം പുത്തൻ വഴികൾ തുറക്കുന്നു. ആത്മാവി സ്തോത്രം പറഞ്ഞാട്ടെ. ആത്മാവി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 7 കൂട്ടം കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് പറയത്തക്ക 4 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ച് കേട്ടോണം. വഴിമുടക്കി നിൽക്കുന്ന പുരുഷാരം, അകത്ത് കൊണ്ടു ചെല്ലുവാൻ കഴിയാതെ വഴിമുട്ടി നിൽക്കുന്ന 4 സഹോദരങ്ങൾ. ഈ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഇവർ അനുഭവിച്ച വ്യതകളും വേദനകളും പ്രതിസന്ധികളും കണ്ടുകൊണ്ട് ആമേൻ അവർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. വഴിമുടക്കി നിൽക്കുന്നവരുടെ മുൻപിൽ സ്വർഗം നമുക്ക് വഴി തുറക്കും. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ചില വഴി തുറക്കുവച്ചാ ചില വഴികൾ തുറക്കും. അപ്പോൾ വഴി മുടക്കി ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ ഓർത്തോണം, അവിടെ നമ്മൾ വഴി തുറക്കാൻ പോകണ്ട, സ്വർഗം നമുക്ക് വേണ്ടി വഴി തുറക്കും. നമ്മൾ പുത്തൻ വഴി വെട്ടാൻ പോകണ്ട, സ്വർഗം നമുക്ക് വേണ്ടി വഴി തുറക്കും. പുത്തൻ വഴി നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകണ്ട, സ്വർഗം നമുക്ക് വേണ്ടി വഴി തുറക്കും. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ. എൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് വിട പറയാൻ സമയമായി. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ സന്ദേശം ചില കാര്യങ്ങൾ മാത്രം പറയാം. എന്താണെന്നറിയാമോ? നമ്മൾ ആരും വഴി മുടക്കി നിൽക്കുന്നത് കണ്ട് വഴി മുട്ടി നിൽക്കുന്ന നമ്മൾ ആരും വഴി തുറക്കാൻ നമ്മൾ എന്ത് ചെയ്യണ്ട? പുത്തൻ വഴി ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണ്ട? എളുപ്പ വഴിയും കുറുക്കു വഴിയും അന്വേഷിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മുടെ എല്ലാം പ്രശ്നം എന്താണെന്നറിയാമോ? വഴി അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറുക്കു വഴി നമ്മൾ എന്ത് ചെയ്യും? പണ്ടൊരു അച്ചായൻ പറഞ്ഞ ഈ സൂത്രവാക്യവും എളുപ്പവഴിയൊക്കെ കണക്കി പഠിച്ചത് കൊണ്ടാണ് പല ദൈവമക്കൾ ഇന്നും ആ സൂത്രവാക്യത്തിൽ കൂടി എന്ത് ചെയ്യുന്നത്? സൂത്രത്തിലല്ലേ നടക്കുന്നത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ കുറുക്കു വഴി നമ്മൾ എന്ത് ചെയ്യരുത്? അയ്യോ, നിങ്ങൾ മിണ്ടുന്നില്ല, ഞാൻ നിങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞേ. കുറുക്കു വഴി നമ്മൾ എന്ത് ചെയ്യരുത്? വഴി അടഞ്ഞോ അച്ഛാ, സ്വർഗം നമുക്ക് വഴി തുറക്കും. ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. സ്വർഗം വഴി തുറന്നാലുള്ള ചില പ്രത്യേകതകളാണ്. അതിങ്ങനെ പറഞ്ഞ് എൻ്റെ സന്ദേശത്തിൽ നിന്ന് ഞാൻ വിട പറയാം. 1, സ്വർഗം നമുക്ക് വേണ്ടി വഴി തുറന്നാൽ അതാരും തുറക്കാത്തൊരു വഴിയാണ് തുറക്കുന്നേ. കരമുയർത്തി സ്തോത്രം പറയാവോ? സ്വർഗം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ അതാരും തുറക്കാത്തൊരു വഴിയാണ് തുറക്കുന്നേ. ഇനി 2, സ്വർഗം നമുക്കൊരു വഴി തുറന്നാൽ
അവിടെ തന്നെയാണ് സ്വർഗം വഴി തുറക്കുന്നത്. എടാ, ഇവിടെ വഴി അടഞ്ഞിട്ട് വയനാട്ടിലല്ല സ്വർഗം വഴി തുറക്കുന്നത്. തിരുവനന്തപുരത്ത് ചെറിയ കൊണ്ടിയിൽ ഈ പ്രദേശത്ത് ഒരു വഴി നിനക്കടഞ്ഞാൽ സ്വർഗം അടഞ്ഞടത്ത് തന്നെ ആമേൻ വഴി തുറക്കും. കരം അടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞ് വഴി എവിടെ അടഞ്ഞുപോയോ അതേ മേഖലകളിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരമുണ്ട്. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം പറയട്ടെ. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ ആമേൻ വിഷയം എന്താണെന്നറിയാമോ? അടഞ്ഞുപോയ അതേ സ്ഥലത്ത് ആരും ഇതുവരെ തുറക്കാത്തൊരു വഴിയാണ് സ്വർഗം എന്ത് ചെയ്യുന്നേ? നിങ്ങൾ ആ ഭാഗം ഒന്ന് വീട്ടിൽ ചെന്ന് വായിക്കണം. ഇങ്ങനെ ഇതുവരെ ഒരു വഴിയും തുറന്നിട്ടില്ല. ഇതിന് ശേഷം ഇതുപോലൊരു വഴി എന്ത് ചെയ്തിട്ടില്ല. സ്തോത്രം. രണ്ടാമത്തത് അവിടെ തന്നെ എന്ത് ചെയ്തു? വേറെ എവിടെയെങ്കിലും വഴി തുറന്നോ? എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അടുത്ത വീട്ടിലേക്ക് വാ, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യാം, അവിടെ വന്ന് സൗഖ്യം തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് പോയ യേശുവിനെ അല്ല, മറിച്ച് യേശുവിനെ കാണാൻ വന്ന ഈ 4 പേർക്ക് വേണ്ടി അവിടെ തന്നെ സ്വർഗം എന്ത് ചെയ്തു? ഇനി മൂന്നാമത്തെ ഒരു ചിന്തയും കൂടി കേട്ടോണം. അന്ന് തന്നെ വഴി തുറന്നെന്നുള്ളതാ. സ്തോത്രം പറ. 16-ാമത്തെ ദിവസം വഴി തുറന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം വഴി തുറക്കും. അതിൻ്റെ ചില സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. കരമുയർത്തി സ്തോത്രം പറഞ്ഞു. അന്ന് തന്നെ വഴി എന്ത് ചെയ്തു? ഇനി 4-ാമത്തെ ചിന്ത, ആരും ചോദ്യം ചെയ്യാത്തൊരു വഴിയാ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കുന്നത്. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ 4 ചിന്തകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുകയാ. എന്താ കാരണമെന്നറിയാമോ? ആമേൻ. അവിടെ തന്നെ വഴി തുറന്ന്, അന്ന് തന്നെ വഴി തുറന്ന്, ആരും കാണാത്തൊരു വഴി തുറന്ന്, ആരും ചോദ്യം ചെയ്യാത്തൊരു വഴി തുറന്ന്, നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിനക്ക് സൗഖ്യം തരുന്ന ഒരു സ്വർഗമുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നാലാമത്തെ ചിന്തയും കൂടി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ച് കേട്ടോണം. ആരും ചോദ്യം ചെയ്യാത്തൊരു വഴിയാണ്. അച്ഛൻ, നമ്മുടെ വീടിന്റെ ഓട് പൊളിച്ചാൽ നമ്മൾ സമ്മതിക്കൂ? വിവരം തിരി ഇല്ല അച്ഛാ. നല്ല മനോഹരമായി പട്ടികയൊക്കെ അടിച്ച് എന്ത് കഷ്ടപ്പെട്ട ആ ഓട് അതിന്റെ മേളിൽ വലിച്ചു കയറ്റിയെന്നറിയാമോ? നമ്മുടെ വീടിന്റെ ഓട് പൊളിച്ചാൽ സമ്മതിക്കുമോ? സമ്മതിക്കോ? നാളെ ഞങ്ങൾ വരും. സമ്മതിക്കോ വെച്ചാൽ നമ്മൾ ഒന്ന് ഓർത്ത് വയ്ക്കേ. ഇറങ്ങട എൻ്റെ ഓടിൻ്റെ മേളിൽ നിന്ന്. അന്നേരമാണ് 5 മിനിറ്റ് ബൈബിൾ മാറ്റി വെക്കുന്നത്. അന്നേരം ഈ ആരാധനയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? അന്നേരം നമ്മൾ 100-ൽ വിളിക്കും. സാറേ, പാസ്റ്ററും വയനാട്ടിൽ നിന്ന് വന്ന ഒരുത്തനും കൂടി ഞങ്ങളുടെ വീടിൻ്റെ എല്ലാം കൂടി പൊളിക്കുന്നു. വേഗം പറഞ്ഞാൽ ഞങ്ങളെ എന്ത് ചെയ്യണം? രക്ഷിക്കണം. ശരിയാണോ ഞാൻ പറഞ്ഞത്? അന്നേരം വിളിക്കല്ലേ? വിളിക്കും. കട്ടർ മെഷീനും ഡ്രിൽ മെഷീനും ഒക്കെ ആയിട്ട് വന്നിട്ട് വീടിൻ്റെ ടെറസ് ഒന്ന് പൊളിച്ചാ അച്ഛാ, ഈ ചിരിയൊക്കെ അന്നേരം എന്ത് ചെയ്യും? അല്ല, ഞാൻ പറഞ്ഞത് ശരിയാണോ? ആരെങ്കിലും സമ്മതിക്കുമോ അച്ഛാ നമ്മുടെ വീടിൻ്റെ മേക്കൂര പൊളിക്കാൻ? സമ്മതിക്കുമോ? ഈ പുറപ്പാട് പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോണം. എനിക്കൊന്ന് വായിക്കണ്ട. 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, നോക്കി വെച്ചാൽ മതി. ഞാൻ പറയുന്ന വാക്യമാണെങ്കിൽ മാത്രം ഒന്ന് ആമേൻ പറഞ്ഞോണം ഇടയ്ക്ക്. സ്തോത്രം. 11 പുറപ്പാട് 11-7 അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. ദേശത്തൂടി പോകുമ്പോൾ അവിടെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു നായി പോലും എന്ത് ചെയ്യത്തില്ല. സ്തോത്രം പറഞ്ഞേ. എന്താ അതിൻ്റെ പ്രത്യേകത? വീടിൻ്റെ കാര്യം നമുക്ക് അവിടെ നിൽക്കട്ടെ, ഇപ്പം വരാം ഞാൻ. ഈ പട്ടിയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇനി നിങ്ങളാരും പറഞ്ഞേക്കരുത് ജോയ് പാസ് ഇവിടെ വന്ന് പട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഇനി എഡിറ്റ് ചെയ്യുന്നുണ്ട്, അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടേ ഇട്ടേക്കാവുള്ളൂ, ആ പേര് മാത്രം. സ്തോത്രം. അപ്പം ഈ നമുക്ക് നായി എന്ന് തന്നെ പറയാം, അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണല്ലോ. സ്തോത്രം. അല്ല പിന്നെ വല്ല ശുനകൻ എന്നൊക്കെ എന്ത് ചെയ്യേണ്ടി വരും?
പറയേണ്ട വരും. അപ്പോൾ ഈ പട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ കാരണം എന്നറിയാമോ? ഞങ്ങളൊരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ രാത്രി 12 മണി കഴിഞ്ഞ് കിടന്ന് നല്ല ഉറക്ക, കൊരയോ കൊര, ഭയങ്കരം കൊര. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു പൊമേറിയനുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ പട്ടി എന്ത് ചെയ്യുന്നു? ആ പരിസരത്ത് ഏതൊക്കെ വീട്ടിൽ പട്ടിയുണ്ടോ, ഏതൊക്കെ വീട്ടിൽ പട്ടിയില്ലേ, നാട്ടിലെയും വീട്ടിലെയും കാട്ടിലെയും കൂട്ടിലെയും പട്ടിയെല്ലാം എന്ത് ചെയ്യാണ്? നിന്ന് കൊരയാ. അങ്ങനെ ഞാൻ രാത്രിക്ക് പതുക്കെ ഒരു ടോർച്ചും എടുത്ത് പിടിച്ച് പതുക്കെ കതക് തുറന്ന് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുന്നിലെ ഗേറ്റാണ്, എൻ്റെ വാത്സല്യ ദൈവദാസന്മാർ സഹോദരന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് വീട്ടിൽ. ആ ഗേറ്റ് പതുക്കെ തുറന്ന് നല്ല പവറുള്ള ടോർച്ച് അടിച്ച് ഞാൻ അപ്പുറത്തേക്ക് നോക്കി, ഇപ്പുറത്തേക്ക് നോക്കി, ഒന്നും കൂടി ഞാൻ ടോർച്ചടിച്ച് ഇങ്ങേ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലെ റോട്ടിൽ കൂടി പന്നിയും കുടുംബവും വരിവരിയായി പോവുക. പന്നി ഫാമിലിയായിട്ട് എന്ത് ചെയ്യാണ്? റോഡ് ക്രോസ് ചെയ്ത് പോവുക. ഈ പോകുന്നത് ആര് കാണുന്നുണ്ട്? അപ്പുറത്തെ വീട്ടിലെ ഈ പട്ടി നിർത്താതെ എന്ത് ചെയ്യുക? കുറേ നേരം കഴിഞ്ഞ് പന്നിയും കുടുംബവും അങ്ങ് പോയി കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പട്ടികളെല്ലാം എന്ത് ചെയ്തു? പക്ഷേ ഈ പന്നിയെ കണ്ട പട്ടി നേരം വെളുക്കുന്നോടം വരെ എന്ത് ചെയ്തു? അതിനറിയാം ഞാനേ ഇതെന്ത് ചെയ്തിട്ടുള്ളൂ, എനിക്കറിയാം പന്നിയാ പോയത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? കുരയ്ക്കും. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ എന്തിനാ കുരച്ചതെന്ന്? ആശേ പിടികിട്ടിയോ? പിടികിട്ടിയെങ്കിൽ മിണ്ടാതിരുന്ന് സ്വോത്രം പറഞ്ഞോളാം. മനസ്സിലായവര് ഇതാരോടും ഈ ദൂത് കൈമാറണ്ട, നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ചിലത് അങ്ങനെയാ. എന്തിനാ കുരയ്ക്കുന്നതെന്ന് ഞാനിങ്ങനെ ഓർത്ത് ദൈവം ചില ഉപമ കൊണ്ടുവന്ന് നമുക്ക് തന്നത് കണ്ടോ? കണ്ട കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുന്ന ഒരു കൂകൽ കൂകിയ കാലം വരുമെന്ന് പെന്തക്കോസുകാർ വരെ പറയുന്ന ആ പട്ടിയെ ഉപമിച്ച് പറഞ്ഞത് എന്നാണെന്നറിയാമോ? ഒരു നായി പോലും നാവനക്കത്തില്ല. ഞാൻ ഇങ്ങനെ പറയാം, എന്താണെന്നറിയാമോ? നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു വഴി തുറന്നാൽ, നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ, നിനക്കെതിരെ ഒരു മനുഷ്യന്റെ നാവ് പോലും ചലിക്കത്തില്ല. വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്തോത്രം പറഞ്ഞു. ഒരു മനുഷ്യൻ പോലും നിന്റെ നേരെ കുരയ്ക്കാത്ത രീതിയിൽ ആത്മാവിന് രാത്രിയിൽ കൈമാറുന്നു. നിനക്ക് വേണ്ടി സ്വർഗം ഒരു അത്ഭുതം പ്രവർത്തിച്ചാൽ ഒരു മനുഷ്യൻ പോലും നിന്റെ നേരെ നിൽക്കാത്ത, ഒരു മനുഷ്യൻ പോലും ചോദ്യം ചെയ്യാത്ത വലിയൊരു ദൈവ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുന്നുണ്ട്. സ്തോത്രം. എൻ്റെ എനിക്ക് വീടില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ പുള്ളിക്കാരനോട് എങ്ങാനും വന്നാൽ അതും വലിയ പ്രശ്നമാണ്. എൻ്റെ വീട് പോട്ടെ, സ്വന്തമായിട്ട് വീടുള്ളവൻ്റെ മേക്കൂര പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ഈ ഭൂമി മലയാളത്തിൽ നോക്കണ്ട, പൂജപ്പുര സെൻട്രൽ ജയിലിൽ നോക്കിയാൽ ഭവനവേദനം. പിന്നെ ഇല്ലാത്ത കേസല്ല അവൻ്റെ മേളിൽ എന്ത് ചെയ്യും? ഒരു സംശയമില്ല അതിൻ്റെ അകത്ത്. വെറുതെ ഞങ്ങളെ അതും ഇതും പറഞ്ഞ് മേക്കൂര പൊളിച്ച് ഞങ്ങളുടെ വീടും നശിപ്പിച്ച് ഇല്ലേ? പക്ഷേ എൻ്റെ ഒരു ചോദ്യം, ആ ചോദ്യത്തോട് നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. അച്ഛാ, ഈ വീട് പൊളിക്കുമ്പോൾ വീട്ടുടയവൻ അവിടെ ഇല്ലേ? ഇല്ലേ? യേശു നമ്മുടെ വീടിൻ്റെ അകത്തിരിക്കാന്ന് ഒരു ചിന്ത അങ്ങനെ വന്നോട്ടെ. യേശു ഉണ്ടേ, ഞാൻ പറഞ്ഞതാ, ഒരു ഉദാഹരണമാണ്. അതേ കയറി ആരും പിടിച്ചേക്കരുത്. യേശു നമ്മുടെ വീടിൻ്റെ അകത്ത് പുരുഷാരം മൊത്തം ഇങ്ങനെ എന്ത് ചെയ്യാണ്? അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒരു മനുഷ്യനെ ഞാനും ജയം പാസ്റ്ററും, അച്ഛൻ്റെ പേര് മറന്നു, സ്റ്റാൻഡിച്ചായനും അച്ചായനും കൂടി ചുമന്നുകൊണ്ട് വരിക. അങ്ങനെ ചുമന്ന് ഒരാളുടെ വീടിൻ്റെ വാതിക്കലെത്തി. വഴിയില്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെ ജയം പാസ്റ്റർ പറഞ്ഞു, ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നമുക്ക് മേക്കൂര പൊളിച്ച് എന്ത് ചെയ്യാം? അച്ഛാ പിണങ്ങല്ലേ, അച്ഛൻ്റെ വീടിന് മേക്കൂര ഞങ്ങളെല്ലാം കൂടി അങ്ങ് പൊളിക്കുക. പിണങ്ങല്ലേ? സ്തോത്രം. ഞങ്ങൾ അങ്ങ് പൊളിക്കുക. അച്ഛാ, എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ പ്രതികരിക്കും. യേശു ഉണ്ടോ ഇല്ലയോ രണ്ടാമത്തെ കാര്യമാണ്. ആണോ അല്ലയോ നമ്മൾ പ്രതികരിച്ചിരിക്കും. യേശു ഇന്ന് വന്ന് നാളെ പോകും, വീട് ഞാൻ തന്നെ പണിയണം. യേശു ഇന്ന് വന്നിട്ട് അടുത്ത പട്ടണത്തിൽ എന്ത് ചെയ്യും? വീട് ഞാൻ തന്നെ.
നിങ്ങൾക്ക് മനസ്സിലായോ? പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ വീടിൻ്റെ മേക്കൂര പൊളിച്ചിട്ട വീട്ടുടയവൻ ഒരു നാവ് പോലും അനക്കിയില്ല. അതിൻ്റെ അർത്ഥം നിനക്കൊരു വഴി സ്വർഗം തുറന്നാൽ ഒരു മനുഷ്യൻ പോലും നിനക്കെതിരെ നിൽക്കത്തില്ല. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ സ്തോത്രം പറഞ്ഞോ. ഈ ദൈവസഭയ്ക്ക് വേണ്ടി സ്വർഗം ഒരു വഴി തുറക്കുന്നു. ആരും ചോദ്യം ചെയ്യാത്ത ഒരു വഴി സ്വർഗം തുറക്കുവാൻ പോകുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. കഴിയുമെങ്കിൽ എല്ലാവരും വേഗത്തിലൊന്ന് എഴുന്നേറ്റ് നാട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹൗ താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ വലിയൊരു ദൈവമഹത്വം നമ്മുടെ ഇടയിൽ വെളിപ്പെടേണ്ടതിനായി, ദൈവസാന്നിധ്യം വെളിപ്പെടേണ്ടതിനായി, ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കണം. നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കേണ്ടതിനായി മോനെ ജി മേജർ 4 ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വലിയൊരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. വലിയൊരു ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. അസാധാരണമായ ഒരു വഴി തുറക്കൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി എല്ലാവരും ചില മിനിറ്റുകൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരു പുത്തൻ വഴി തുറക്കണം. ആരും തുറക്കാത്തൊരു വഴി, ആരും കാണാത്തൊരു വഴി, ആരും ചോദ്യം ചെയ്യാത്തൊരു വഴി ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി തുറക്കേണ്ടതിനായി അസാധാരണമായൊരു വഴി ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി തുറക്കേണ്ടതിനായി, ആരും കാണാത്തൊരു വഴി ഇന്ന് തുറക്കണം. ഞങ്ങൾക്ക് രാത്രിയിൽ അവിടെ തന്നെ വഴി തുറക്കുന്നൊരു ദൈവപ്രവൃത്തി, അന്ന് തന്നെ വഴി തുറക്കുന്നൊരു ദൈവപ്രവൃത്തി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കരങ്ങളും അടിച്ച് ചില മിനിറ്റുകൾ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും, കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുന്നു. എത്രയോ സന്തോഷം മധ്യാകാശത്ത്. എത്രയോ സന്തോഷം മധ്യാകാശത്ത്. മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ. മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ. പെട്ടെന്നുയർത്തുവാൻ ചെയ്തിടുമേ. തീരാത്ത സന്തോഷം വായികളെ തുറന്ന് തീരാത്ത സന്തോഷം പ്രാപിക്കുമവ. ജീവനോടെ പൂതൽ പാർക്കും സുഖ രൂപാന്തരം പ്രാപിക്കുന്ന വായികളെ തുറന്ന് ജീവനോടെ പൂതൽ പാർക്കും സുഖ രൂപാന്തരം പ്രാപിക്കുന്ന നിരത്ത്. ഗീതാസ്വരത്തോടും അകോടും കൂടി കല്യാണ മകൾ ദിനത്ത് തന്റെ കാതയാകും വിശ്വസമാ. കല്യാണ മകൾ ദിനത്ത്
എല്ലാവരും ചേർന്ന് പാടിക്കേ. കരങ്ങളെ ശക്തിയോടെ ചില മിനിറ്റുകൾ അടിച്ച് വായികളെ തുറന്ന് അവന്റെ സാന്നിധ്യം വെളിപ്പെടുന്നു. അവന്റെ സാന്നിധ്യം വെളിപ്പെടുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. അസാധാരണമായ ദൈവപ്രവൃത്തി, അസാധാരണമായ ദൈവപ്രവൃത്തി ചേർന്ന് Uda bala uda mana hum dere ke
Thank you, Lord. Uda raba raba naga daga shaba raba raba.